ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 15-ാം ഞായർ നമ്മളിന്ന് ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ്. സുവിശേഷം ആരംഭിക്കുന്നത് യേശുനാഥൻ ഭവനത്തിൽ നിന്ന് പുറത്തു വരുന്നു. കടൽ തീരത്ത് ഇരുന്ന് വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക്, ജനക്കൂട്ടങ്ങൾ തന്നെയാണ് എത്തിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി അധികം മനുഷ്യർ അവനെ കേൾക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് അവനൊരു വള്ളത്തിലേക്ക് കയറി അവരോട് സംസാരിക്കുകയാണ്. അവൻ വള്ളത്തിലേക്ക് കയറുന്നത് ഇവർക്ക് വ്യക്തമായി കേൾക്കാനാണ്. കാരണം ഈ കാറ്റിൻ്റെ ദിശയോട് ചേർന്നാണ് യേശുനാഥൻ ഇരിക്കുന്നത്. ആ കാറ്റ് ഇവൻ്റെ വചനത്തെ മുഴുവൻ ഈ ജനങ്ങളുടെ കാതുകളിൽ എന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിലേക്ക് എത്തിക്കാനാണ് അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് യേശുനാഥൻ ഇപ്പോൾ ഉപമയിലൂടെ സംസാരിക്കുന്നത്. ഉപമ വിതക്കാരനെ കുറിച്ചാണ്. അപ്പം ഇതിൻ്റെ ഒരു രസകരമായ സംഗതി എന്ന് പറയുന്നത്, കടൽ തീരത്തിരുന്ന് അവൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് കൃഷിക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം കടലുമായി ബന്ധപ്പെട്ടവരായിരിക്കും. പക്ഷെ എന്നിട്ടും അവൻ എന്തുകൊണ്ട് ഈ കൃഷിക്കാരൻ്റെ ഉപമ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ വിതക്കാരൻ്റെ ഉപമ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ആ വിതക്കാരൻ്റെ ഉപമയിലുള്ള ആ മനോഹാരിതയാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവൻ്റെ വചനം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അങ്ങനെ തന്നെ സംസാരിച്ചത്. ആ തീരുമാനം തന്നെ ജനങ്ങളിലേക്ക് വചനം ആഴത്തിൽ പതിയണം എന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു. കാരണം ഈ ഉപമയ്ക്ക് അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട് ഈ ഉപമ അവൻ തിരഞ്ഞെടുക്കുന്നതിന്. അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയ മനുഷ്യരെക്കുറിച്ച് അവരോട് അപ്പോൾ സംസാരിച്ചാൽ മതിയായിരുന്നു. അവൻ ഈ ഉപമ തിരഞ്ഞെടുത്തത് തന്നെ അവരോട് വ്യക്തിപരമായി ഈ ഉപമയിലൂടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യം നമ്മളെ കൊണ്ടുചെന്ന് എത്തിപ്പിക്കുന്നത് പ്രതീക്ഷ മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പ്രതീക്ഷ ഒരിക്കലും കൈവിടാത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് നമുക്കൊരു സാമൂഹികമായ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പ്രതീക്ഷ കൈവിട്ടു പോകുന്ന കൃഷിക്കാരെ നമ്മൾ കാണുന്നുണ്ട്. കൃഷിക്കാരുടെ ആത്മഹത്യയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് അവർക്കും കൂടെയുള്ള ഒരു ആത്മീയ പഠനമായിട്ട് നമ്മളിത് ചിന്തയിലേക്ക് എടുക്കണം. കാരണം ഇന്ന് ജീവിതത്തിൽ തോറ്റു പോകുന്നു എന്ന് കരുതുമ്പോൾ തന്നിലും വിശ്വാസം നഷ്ടപ്പെട്ട് മറ്റൊരിലും വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിതം ഒടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുടെ ഒരു സുവിശേഷമാണ് ഇത്. ആത്മാവിൻ്റെ സുവിശേഷം മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ മുഴുവനും ഒരുപോലെ തട്ടി ഉണർത്തുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഇപ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുനാഥൻ പറയുന്നത്, ഈ വിതക്കാരൻ വിതയ്ക്കാൻ പോകുന്ന 4 ഇടങ്ങളിൽ വിതയ്ക്കുകയാണ്. ചിലത് വഴിയരികിൽ വീഴുന്നു, പാറപ്പുറത്ത് വീഴുന്നു, മുള്ളുകൾക്കിടയിൽ വീഴുന്നു, നല്ല നിലത്ത് വീഴുന്നു. ഈ നല്ല നിലത്ത് വീഴുന്നതും അത് 30, 60, 100 മേനയും ചെയ്യുന്നുണ്ട്. അവിടെയും വ്യത്യാസമുണ്ട്. നല്ല നിലത്തിനും അതിൻ്റെ ഫലത്തിനും വ്യത്യാസമുണ്ട്. അപ്പം എന്താണ് ഈ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വിതക്കാരൻ വിതയ്ക്കാൻ പോവുകയാണ്. വിതക്കാരൻ ദൈവമാണ്. ഇപ്പോഴാണ് വിതക്കാരൻ ദൈവം, വചനമാണ് അവനെന്ന് വിതയ്ക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം ഈ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. അവിടുന്ന് ആദ്യ മാതാപിതാക്കന്മാരുടെ കാലം മുതലേ അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഫലം നൽകാതെ പോവുകയാണ്. അവിടുന്ന് പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും വിശുദ്ധരായ മനുഷ്യരിലൂടെയും പഴയ നിയമകാലങ്ങളിൽ മുഴുവൻ ഇങ്ങനെ വിത്തുകൾ വിതച്ച് മനുഷ്യരെ തന്നോട് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവരാകട്ടെ, ചിലർ അവൻ്റെ അടുക്കിലേക്ക് 30 മേനി 60 മേനി പോലെ വന്നു, ചിലർ 100 മേനി പോലെ പോയി. പക്ഷെ ചിലരാകട്ടെ ഫലമൊന്നും പുറപ്പെടുവിക്കാതെ ആ വിത്തിനെ നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ആഗ്രഹിച്ച ഫലം കിട്ടിയില്ലെങ്കിലും ഈ വിതക്കാരൻ, ദൈവം എന്ന വിതക്കാരൻ പ്രതീക്ഷയോടെ വിതച്ചുകൊണ്ടിരുന്നു. അവന് മനുഷ്യരിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനോട് അവന് അമിതമായ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ അവിടെ നിന്ന് ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് അവസാന കാലങ്ങളിൽ തൻ്റെ മകനെ തന്നെ അയക്കുകയാണ്. ദൈവം തന്നെ വിതക്കാരനായി വന്ന് ഈ വിത്തുകൾ വിതയ്ക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് മനുഷ്യരിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ദൈവം പ്രതീക്ഷ വെക്കുന്നത്, ദൈവം ഒത്തിരി അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരിൽ കുറച്ചെങ്കിലും നന്മകൾ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവൻ 100 മേനിയെ മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. അവൻ അതിനെ മാത്രമല്ല എടുത്തു പറയുന്നത്, അവൻ 30-നെയും 60-നെയും അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നത്, നിങ്ങൾ ഈ ഫലം നൽകാത്ത മണ്ണായി മാറരുതെന്ന് മാത്രമാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു ഫലം, അതായത് നിങ്ങൾക്ക് ഓടാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞരങ്ങുകയെങ്കിലും ചെയ്യുന്ന ഒരു മനുഷ്യ വ്യക്തിയായി മാറുക. ദൈവം തന്ന കഴിവുകളെ ഇല്ലാതാക്കി കളയുന്ന മനുഷ്യരായി മാറാതെ, ദൈവം തന്ന ആത്മാവിനെ നശിപ്പിക്കുന്ന മനുഷ്യനായി മാറാതെ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുന്ന, അത് 100 പേര് തന്നെ വേണമെന്ന ഷാഢ്യമൊന്നും ദൈവത്തിനില്ല. ഷാഢ്യം മുഴുവനും മനുഷ്യർക്കാണ്. ദൈവത്തിൻ്റെ ഷാഢ്യം നിന്നിലെ ഒരു നന്മ. അതായത് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ദൈവം മനുഷ്യനിലെ ഏതെങ്കിലും ഒരു നന്മയെ പ്രതി അവനെ രക്ഷിക്കാൻ കടന്നു വന്ന ദൈവമാണ്. പലപ്പോഴും പലയിടങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്ന ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. പക്ഷേ നിന്റെ ഉള്ളിലെ ഒരു തെറ്റിനെ കണ്ട് ശിക്ഷിക്കുന്ന ദൈവമല്ല ക്രിസ്തു.
ക്രിസ്തുവിൽ കാണുന്നത് നിന്റെ ഉള്ളിലെ ഒരു നന്മയെങ്കിലും നിന്നെ എങ്ങനെ രക്ഷിക്കാം എന്ന് കാരണം അന്വേഷിച്ച് നടക്കുന്ന ഒരു ദൈവത്തിന്. അതുകൊണ്ടാണ് അവൻ ഈ 30-നെയും 60-നെയും അവൻ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെയും ജീവിതത്തോട് ക്രിസ്തു പറയുന്നത് അങ്ങനെയാണ്. ഈ ചുറ്റുമുള്ള ജീവിതത്തിലെ ചെറിയ നന്മകളെ പോലും പ്രത്യാശയോടെ കാണാൻ നമുക്ക് കഴിയണം. ചെറിയ ചെറിയ കുറവുകളുടെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരായി മാറാതെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ചെറിയ നന്മകളിൽ പോലും വലിയ പ്രതീക്ഷയുള്ള മനുഷ്യരായി നമ്മൾ മാറണം. ഇതിൻ്റെ നമുക്ക് എന്തുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകുന്നത്? വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, സ്വീകരിക്കുന്ന ആ ഇടത്തിൻ്റെ പ്രശ്നമാണ്. ആ ഇടം അത് വഴിയരികാകാം, അത് പാറപ്പുറമാകാം, മുൾത്തടമാകാം. അപ്പോൾ ഈ ഇടങ്ങൾക്കൊരു പ്രത്യേകത, ഒന്ന് അതിൽ നിന്ന് തന്നെ ഉള്ള ഒരു ശത്രുവാണ്. അതായത് എൻ്റെ ശത്രു ഞാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പാറപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ വരണ്ടുപോയ ഹൃദയമാണ്. വചനത്തെ സ്വീകരിക്കുന്നു, പക്ഷേ ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ ഒട്ടും തയ്യാറല്ല. എൻ്റെ ഹൃദയം വരണ്ടുപോയി, ഒരു മാംസളമല്ലത്, പാറ പോലുള്ള ഹൃദയം, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒരു ഹൃദയമാക്കി ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു. പക്ഷേ വഴിയരികിലെ വിത്ത് അത് പറവകൾ വന്ന് കൊത്തിപ്പറക്കുമ്പോൾ പറവകളെ പറയുന്നത് സാത്താനെന്നാണ്, പിശാചാണ്. അപ്പോൾ എനിക്ക് പുറമേയും ശത്രുക്കളുണ്ട്. എൻ്റെ ഉള്ളിലെ നന്മകളെയൊക്കെ കൊത്തിപ്പറക്കി പോകുന്ന പിശാച് പുറമെയാണ്. അപ്പോൾ ഈ എൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെയും പുറമേയുള്ള ശത്രുവിനെയും എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ വചനത്തെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ തോൽപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ഒരു മണ്ണിന് എങ്ങനെയാണ് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരു ഇടം പോലെ എൻ്റെ ജീവിതത്തിൽ മണ്ണിനിത് തോൽപ്പിക്കണമെങ്കിൽ, ശത്രുക്കളെ തോൽപ്പിക്കണമെങ്കിൽ മണ്ണ് നല്ല ഇടമായി മാറണം. മണ്ണ് അത് കിളച്ച് ഈ വിത്തിനെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ അതാക്കണം. ഈ മുള്ളൊക്കെ പറിച്ച് കളഞ്ഞ് കല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി മണ്ണൊക്കെ പൊടിച്ചൊക്കെ എടുക്കണം. ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. എൻ്റെ ശിലാഹൃദയത്തെ ഞാൻ മാംസളമാക്കാൻ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങണം. എൻ്റെ ഉള്ളിലുള്ള ഈ പിശാചുക്കളെ തോൽപ്പിക്കാൻ ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനെ വേണം. അങ്ങനെ എൻ്റെ നിലത്തെ എനിക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും നമ്മെ പ്രത്യാശ നൽകുന്നൊരു കാര്യം ക്രിസ്തു തന്നെയാണ് ഈ വിധക്കാരൻ എന്നുള്ളതാണ്. ഈ വിധക്കാരനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അവനോട് ചേർന്ന് നിന്നാൽ അവൻ തന്നെ എൻ്റെ ഹൃദയത്തെ ഒരുക്കും. അവൻ തന്നെ എന്നെ വെട്ടി ഒരുക്കി അവൻ എന്നെ ഈ വിത്തിനെ സ്വീകരിക്കാൻ തക്ക രീതിയിലുള്ള നല്ല ഒരു മണ്ണാക്കി എന്നെ മാറ്റും. അപ്പോൾ അതിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ കളിമണ്ണ് അത് ഉണ്ടാക്കുന്ന മനുഷ്യനോട്, ഈ കുശവനോട് തന്നെ വിട്ടുകൊടുക്കുന്നത് പോലെ ഒരു വിട്ടുകൊടുക്കൽ ഉണ്ടാവണം. നമ്മൾ ഈ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്. അതായത് ഈ മുള്ളുകൾക്കിടയിൽ പോകുന്ന വിത്തിനെ കുറിച്ച് പറയുന്നത്, ലോകത്തിൻ്റെ കാമനകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ വചനം മറന്നു പോവുകയാണ്. അപ്പോൾ കാണുന്ന സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന മനുഷ്യനാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടുകൊണ്ട് ഈ ക്രിസ്തുവിനെ പോലെ പ്രത്യാശയുള്ള മനുഷ്യനായി ഞാനും മാറണം. എൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ നന്മകളിലൊക്കെ പ്രത്യാശ വെക്കുന്ന മനുഷ്യനെ മാറണം. പലപ്പോഴും നമുക്ക് ജീവിതം മടുത്തു പോകുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട്. അങ്ങനെയല്ല, ജീവിതത്തെ മടുത്തു പോകാതെ ജീവിതത്തെ സ്നേഹത്തോടെ മുറുകെ പിടിക്കുന്ന മനുഷ്യരായി നമ്മളുണ്ട്. ക്രിസ്തുവിനെ പോലെ പ്രത്യാശ എല്ലാ മനുഷ്യരിലും പ്രത്യാശ വെക്കുന്ന മനുഷ്യരെ മാറണം. ഈ 2 ദിവസത്തിന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂസ്, അത് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു ന്യൂസാണ്. അതായത് തമിഴ്നാട്ടിലെ മയിലാടുംതുറൈ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരു മനുഷ്യൻ മദ്യപിച്ച് ട്രെയിനിൻ്റെ കുറുകെ കടക്കാൻ ശ്രമിക്കുകയാണ്. ട്രെയിൻ കുറുകെ കടക്കാൻ ശ്രമിക്കുന്നിടയ്ക്ക് അപ്പം അവിടെ ഗേറ്റ് അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ട്രെയിൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗേറ്റ് കീപ്പറായ 30 വയസ്സുള്ള സന്ദീപ് ചാഗർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ജയ്പൂരിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ മധ്യവയസ്കനെ രക്ഷിക്കാൻ വേണ്ടി ട്രെയിനിന് മുമ്പിലേക്ക് എടുത്തു ചാടി ഇദ്ദേഹത്തെ വലിച്ചിട്ട് രക്ഷിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ മദ്യപിച്ചാണ് വന്നത്. പക്ഷെ പിന്നീട് പറയുന്നൊരു കാര്യം, ഇദ്ദേഹം മരിക്കാൻ വേണ്ടി തന്നെ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടിയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ സന്ദീപ് ഇദ്ദേഹത്തെ രക്ഷിച്ചു. പക്ഷേ സന്ദീപും രക്ഷപ്പെടുന്നത് തലനാഴിയിലേക്കാണ്. കാരണം സന്ദീപ് രക്ഷിച്ച ഉടനെ തന്നെ ട്രെയിൻ കടന്നു പോവുകയായിരുന്നു. സന്ദീപിനോട് ഇത് ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നത് അത് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എൻ്റെ ഒരു കടമയായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ മനുഷ്യനൊരു പ്രതീക്ഷയുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവിതത്തെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും ഈ മദ്യപിച്ച് ഇങ്ങനെ മരണം ഇരന്ന് വാങ്ങുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും ചിന്തിക്കാറുണ്ട്, അവൻ മരിച്ചാൽ അതാ നല്ലതെന്ന് പറയാറുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ സന്ദീപിന് ക്രിസ്തുവിൻ്റെ മനസ്സായിരുന്നു. അവന് പ്രതീക്ഷയുള്ള മനുഷ്യനാണ്. അവൻ ഒത്തിരി അധികം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ദൈവം മനുഷ്യനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവന് ജീവിതത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് സന്ദീപ് ഇപ്പോൾ ഈ മധ്യവയസ്കന് നൽകിയത്. അദ്ദേഹം പിന്നീട് പറയുന്നത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ 30 മേനി പുറത്തു വന്നൊരു സമയമാണ്. ചെയ്തത് തെറ്റാണെന്ന് തീരുമാനിച്ച ആ സമയം. ഇനി അത് 60-100 മേനിയാകാൻ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ഇതുപോലെ പ്രതീക്ഷയുള്ള മനുഷ്യരെ മാറണം. മറ്റു മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന മനുഷ്യരാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരാണ്. അവൻ എല്ലാ മനുഷ്യരിലും പ്രതീക്ഷ കാണുന്നുണ്ട്.
ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, പ്രതീക്ഷ ഉണ്ടാവുക. എനിക്ക് പ്രതീക്ഷിക്കാൻ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഉറപ്പായ പാറയുണ്ട്. ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതീക്ഷ, എൻ്റെ ദൈവത്തിന് എൻ്റെ മേലൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ എന്നെ തന്നെ നിലമൊരുക്കി അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനത് 30, 60, 100 മേനിയായി എൻ്റെ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യനായി മാറാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.